നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തീർത്തു കൊടുത്തു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലിട്ട് FC ബാഴ്സലോണയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു ചെൽസി. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ്. വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് ഗോളുമായിട്ട് 18-കാരൻ എസ്റ്റവായോ വില്യൻ, ബ്രസീലിയൻ മാജിക്. പിന്നെ ഡെലാപ്പിൻ്റെ ഒരു ഗോള്. ഹൂൾസ്കോണ്ടയുടെ ഓൺ ഗോൾ ആദ്യമേ ഉണ്ടായിരുന്നു. ഗോളുകൾ ഡിസലവ് ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഒരു ഗോള് പിറക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചെൽസിയുടെ 2 ഗോളുകൾ കൂടി വന്നതോടെ ബാഴ്സക്ക് മറുപടിയില്ല. അറൗഹോക്ക് റെഡ് കാർഡ്, അതിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ പ്രധാന മത്സരങ്ങൾ വരുമ്പോൾ റെഡ് കാർഡ് കിട്ടുന്നത് അറൗഹോക്ക് ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഏതായാലും ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം ചെൽസി ഇതാ FC ബാഴ്സലോണക്ക് മേൽ നേടിയിരിക്കുന്നു. ചെൽസിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റോബർട്ട് ലെവൻഡോസ്കിയും ലാമിൻ യമാലും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. മറുഭാഗത്ത് പെഡ്രോ നെറ്റോ, ഗർനാച്ചോ, എൻസോ ഫെർണാണ്ടസ്, എസ്റ്റവായോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ ബാഴ്സക്ക് ആദ്യം ഗോളടിക്കാൻ അവസരമൊക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ചെൽസിക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾ പിറന്നില്ല. ഗോളുകൾ ഡിസലവ് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് 27-ാമത്തെ മിനിറ്റിൽ ഹൂൾസ്കോണ്ടയുടെ ഓൺ ഗോൾ വിറക്കുന്നത്. ബാഴ്സലോണ ബാക്ക് ഫുട്ടിലേക്ക് പോയി. പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്ന ചെൽസി രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ കൂടി വർഷിക്കുന്നു. 55-ാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോ മാജിക് കണ്ടത്. അദ്ദേഹത്തിലേക്ക് ജെയിംസ് നീട്ടിക്കൊടുത്ത പന്തുമായിട്ട് മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് റൺ ചെയ്ത് കയറിയ താരത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ബാഴ്സ ഡിഫൻഡേഴ്സിന് നിഷ്പ്രയാസം മറികടന്നുകൊണ്ട് ഒരു സൂപ്പർ ഷോട്ട് വലയിലേക്ക് ഇടിച്ചങ്ങ് കയറി. എന്തൊരു ആവേശമായിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലപ്പോൾ. ആരാധകർ ആർത്തു വിളിക്കുന്നു. എസ്റ്റവായോ എറൈത ആരംഭിച്ചിരിക്കുകയാണ്. ഞെട്ടിച്ച് കളയുകയാണ് ഈ 18-കാരൻ. സൂപ്പർ ഡ്യൂപ്പർ ഗോളിലൂടെ അവൻ ചെൽസിക്ക് ലീഡ് വർദ്ധിപ്പിച്ചു. പിന്നെ കളിയുടെ 73-ാമത്തെ മിനിറ്റിൽ ഡെലാപ്പിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ചെൽസി നേടിയിരിക്കുന്നു. ഇതോടുകൂടി 5 കളികളിൽ നിന്ന് 10 പോയിന്റുമായിട്ട് ചെൽസി ഇപ്പോൾ UCLൻ്റെ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. ബാഴ്സ താഴേക്ക് വീണ് കഴിഞ്ഞു. 5 കളിയിൽ നിന്ന് 7 പോയിന്റ് അവർ 15-ാം സ്ഥാനത്താണ്. ഇന്നത്തെ കളി കൂടി കഴിയുമ്പോൾ ഈ സ്ഥാനമൊക്കെ വീണ്ടും മാറി മറിയും. ബാഴ്സ ഏറെ താഴേക്ക് പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.